മതന്യൂനപക്ഷത്തിൽ ഈ വർഗീയ വികാരം ആളിക്കത്തിക്കുന്നതിൽ RSSന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. ഒരു കാരണത്തിനൊരു കാര്യവും ഉണ്ടാവും. ഈ രൂപത്തിലേക്ക് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതപരമായി തീവ്രവാദപരമായി എത്തിക്കുന്നതിൽ RSSന്റെ പങ്ക്, പ്രത്യേകിച്ച് ബാബറി മസ്ജിദിന് ശേഷം അവർ വഹിച്ച പങ്ക് മറന്നുകൂടാ. അതിനൊരു കാരണമാകാം. പക്ഷേ എന്തായാലും ഈ രണ്ട് ശക്തികളും മതരാഷ്ട്രവാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അത് പ്രകടമായിട്ട് പറയാണ്, പണ്ടതല്ല. പണ്ട് RSS പ്രകടമായി പറയാത്ത കാര്യം RSSന് പ്രകടമായി രംഗപ്രവേശനം ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ RSS രംഗത്ത് വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നു. അതൊന്നും നെഹ്റുവിന്റെ കാലഘട്ടത്തിലോ അതിന് ശേഷമുള്ള കാലഘട്ടത്തിലോ ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല. അതിനെ എതിർക്കാൻ ഒരു രൂപത്തിലും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വർഗീയമായി ഭീകരവാദപരമായ ചിന്താഗതി വരുന്ന സമയത്ത് ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ ശക്തമായ നിലപാടെടുത്തതായിരുന്നു ഒരു ഘട്ടത്തിൽ കോൺഗ്രസും ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗും മതസംഘടനകളും. ഇന്ന് അതിൽ നിന്നും മാറിയിരിക്കുന്നു. അതാണ് പ്രശ്നം. അതിൽ ബഹുഭൂരിപക്ഷം മതന്യൂനപക്ഷങ്ങളും മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട മതസംഘടനകൾ ഇതിനോട് യോജിപ്പില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ആപത്തിനെ മതസംഘടനകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ശരി, ഇപ്പൊ രാജ്യത്ത് കാണുന്ന പ്രശ്നം ഒന്ന്, വർഗീയ ഫാസിസത്തിന്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു. എന്താ ഈ CAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കണം. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് രൂപപ്പെട്ട് SIRലേക്ക് എത്തിയില്ലേ? എന്താണ്? നിങ്ങൾക്കിപ്പം വോട്ടില്ല, അടുത്തതിനും നിങ്ങൾക്ക് വോട്ടില്ല, അപ്പം നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാവില്ല. അപ്പം പൗരത്വം ഇല്ലാതാക്കുന്നത് വഴി അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ അവരുടെ പൗരത്വം റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് കടക്കാൻ എളുപ്പ വഴിയാണ്. ആ വഴി അവരിപ്പോൾ തുറന്നു കാട്ടിയില്ലേ?